വെസ്റ്റ് ബാങ്കിലെ ഖബാത്തിയ വളഞ്ഞ് ഇസ്രായേൽ സൈന്യം. തെക്കൻ ഗാസയിലെ റഫേൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന മേഖലയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരവേ ബോംബാക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും ഗാസയിൽ 17 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മധ്യ ഗാസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഷെല്ലാക്രമണത്തിലാണ് 11 പേർ കൊല്ലപ്പെട്ടത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഗാസ സിറ്റിയിൽ ബോംബാക്രമണത്തിൽ ഒരു വീട്ടിലെ 6 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഖബാത്തിയ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം 7 പാലസ്തീൻകാരെ വധിച്ചുവെന്നും വാർത്തകൾ പുറത്തുവരുന്നു. മൃതദേഹങ്ങൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പോർ വിമാനങ്ങളുടെ അകമ്പടിയോടെ ഖബാത്തിയ പട്ടണം ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞിരിക്കുകയാണ്. കനത്ത വെടിവെപ്പിനിടെ 2 സ്കൂളിലും കിൻഡർഗാർട്ടനിലും കുടുങ്ങിയ 1000-ലേറെ കുട്ടികളെ റെഡ് ക്രസന്റിന്റെ സഹായത്തോടെ ഒഴിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. പലായനം ചെയ്ത പലസ്തീൻകാർക്കായി ഗാസയുടെ തീരത്തൊരുക്കിയ കൂടാരങ്ങൾ കടലാക്രമണ ഭീഷണി നേരിടുന്നതായി സന്നദ്ധ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റഫയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഒട്ടേറെ വീടുകൾ സൈന്യം തകർത്തു. റഫയിൽ 100 കണക്കിന് ഹമാസുകാരെ വധിച്ചു എന്നും ഡസൻ കണക്കിന് തുരങ്കങ്ങളും ആയുധശേഖരവും നശിപ്പിച്ചെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വടക്കൻ ഗാസയിലെ സ്കൂളിൽ അഭയം തേടിയ 22 പേരാണ് കൊല്ലപ്പെട്ടത്. 30 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസ നഗരത്തിന് സമീപമുള്ള സെയ്തൂൺ പ്രദേശത്തെ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനെയാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത്. സ്കൂളുകളും UN സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇത് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ അവകാശപ്പെടുന്നു. ആക്രമണത്തിൽ 13 കുട്ടികളും 6 സ്ത്രീകളുമാണ് മരിച്ചത്. 3 മാസം പ്രായമുള്ള കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പലായനം ചെയ്യപ്പെട്ട പലസ്തീനികൾ താമസിക്കുകയായിരുന്ന ദക്ഷിണ ഗാസയിലെ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്കൂൾ മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് 2 റോക്കറ്റുകൾ വന്ന് പതിച്ചത്. 13 കുട്ടികളും 6 സ്ത്രീകളുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടതും പരിക്കേറ്റതും കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തുന്നു. അതേസമയം നേരത്തെ സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. ഹമാസിന്റെ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. സിവിലിയൻ സൗകര്യങ്ങളാണ് ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്നും ഇസ്രായേൽ ആരോപണമുണ്ട്. ദക്ഷിണ ഗാസയിലെ റഫേലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 4 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. മന്ത്രാലയത്തിന്റെ വെയർഹൌസിന് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായത്. ഇസ്രായേൽ സ്ഫോടന പരമ്പരകൾക്കിടയിൽ തിരിച്ചടിച്ച ഹിസ്ബുള്ള പ്രതികരിക്കുന്നുമുണ്ട്. വടക്കൻ ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് എയർബേസിൽ 12ഓളം മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ലബനനിലെ തുടർച്ചയായ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരയ്ക്ക് മറുപടിയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണമെന്ന് ഹിസ്ബുള്ള പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 60 വയസ്സുള്ള ഒരാൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യത്തിന്റെ റേഡിയോയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് മറുപടി നൽകുമെന്നും ഇസ്രായേൽ പറയുന്നു. ഭൂരിഭാഗം മിസൈലുകൾ തങ്ങൾ തടഞ്ഞതായും ആക്രമണത്തെക്കുറിച്ചുള്ള അവലോകനം നടക്കുകയാണ് എന്നും ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ ഇതുവരെ 400 ആക്രമണമാണ് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയത്. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിലെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അഖീലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. അനുയായികളുമായി ചർച്ച നടത്തുന്ന സമയത്തായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ അലീഖ് കൊല്ലപ്പെടുന്നത്. പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നിരവധി പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് സ്ഫോടനങ്ങൾക്ക് പിന്നിൽ എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമാനൂസ്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.